പ്രിയമുള്ള തൊഴിലാളി സുഹൃത്തുക്കളെ, സഖാക്കളെ, മാർച്ച് മാസം 1 മുതൽ എല്ലാ ഓട്ടോറിക്ഷകളിലും സൗജന്യ യാത്ര എന്ന സ്റ്റിക്കർ പതിക്കണമെന്ന കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ തൊഴിലാളി വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ ഉത്തരവ് പിൻവലിക്കണം. കേരളത്തിലെ ഓട്ടോറിക്ഷകളിൽ ചിലർ മീറ്റർ ഉപയോഗിക്കാതെ ഓടുന്നു എന്ന കാരണം ചൂണ്ടിക്കാണിച്ച് കേരളത്തിലെ സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഈ പുതിയ ഉത്തരവ് എല്ലാ നിലയിലും നിയമങ്ങൾ പാലിച്ചു കൊണ്ടോടുന്ന തൊഴിലാളികൾക്ക് കൂടി യാത്രയ്ക്ക് തടസ്സമുണ്ടാക്കുകയാണ്. കേരളത്തിലെ ഓട്ടോറിക്ഷകളുടെ നിരക്ക് സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റ് നിശ്ചയിച്ച ഹൈക്കോടതി ജഡ്ജിയുടെ അധികാര ചുമതലകളുള്ള ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷനാണ് നിരക്ക് വർധനവ് സംബന്ധിച്ച് ജില്ലാ കേന്ദ്രങ്ങളിൽ സിറ്റിംഗ് നടത്തി തൊഴിലാളികളും അതുപോലെ യാത്രക്കാരും ഉടമകളുമായി ചർച്ച നടത്തിയിട്ടാണ് ഇവിടെ നിരക്ക് നിശ്ചയിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിക്കപ്പെടുന്ന നിരക്കാണ് കേരളത്തിലെ ഓട്ടോറിക്ഷകളുടെ ചാർജായി എല്ലാ കാലത്തും വരുന്നത്. അത് അംഗീകരിച്ച് നടപ്പിലാക്കുകയാണ് കേരളത്തിലെ മുഴുവൻ ഓട്ടോറിക്ഷ തൊഴിലാളികളും. എന്നാൽ ഇവിടെ മാർച്ച് മാസം 1 മുതൽ എല്ലാ ഓട്ടോറിക്ഷകളിലും ഇത്തരമൊരു സ്റ്റിക്കർ നിർബന്ധമാക്കാത്ത പക്ഷം അവർക്ക് CF ടെസ്റ്റ് നടത്തുകയോ പെർമിറ്റ് അനുവദിക്കുകയോ മറ്റ് പ്രവർത്തനങ്ങൾ നടത്തുക മാത്രമല്ല, വാഹനങ്ങൾ ഓടാൻ അനുവദിക്കില്ല എന്നതാണ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ പുതിയ പ്രഖ്യാപനം. ഇത് പിൻവലിക്കണം എന്ന് കേരള ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ CIT ആവശ്യപ്പെടുകയാണ്. കേരളത്തിലെ ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ തൊഴിലാളികളുമായോ തൊഴിലാളി യൂണിയനുകളുമായി ചർച്ച നടത്തുകയോ കേരളത്തിന്റെ നിയമസഭയിൽ ചർച്ച ചെയ്ത് സർക്കാരുമായി ബന്ധപ്പെട്ട ഉത്തരവായി ഇറക്കാനുള്ള ജനാധിപത്യ വേദികളെയും മറികടന്ന് ഏതാനും ചില ഉദ്യോഗസ്ഥന്മാർ കൂടിയാലോചിച്ച് ഒരു ഉത്തരവിറക്കി അത് തൊഴിലാളികളിൽ അടിച്ചേൽപ്പിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. മീറ്റർ ഉപയോഗിച്ച് മാത്രമേ വാഹനങ്ങൾ ഓടാവൂ എന്ന നിലപാടാണ് CIT-നുള്ളത്. മീറ്റർ ഉപയോഗിക്കാത്ത വാഹനങ്ങളെ കണ്ടെത്താനും അവർക്ക് നേരെ കർശനമായ നടപടി സ്വീകരിക്കാനും ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദു ചെയ്യാനും പെർമിറ്റ് റദ്ദു ചെയ്യുന്നതുൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കട്ടെ. പക്ഷേ തൊഴിലാളികൾ സൗജന്യ യാത്ര എന്ന നിരക്ക് സ്റ്റിക്കർ പതിച്ച് വാഹനം ഓടണമെന്ന ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ പുതിയ പ്രഖ്യാപനം തൊഴിലാളികളും യാത്രക്കാരും തമ്മിൽ സംഘർഷമുണ്ടാക്കുന്നതാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുകയും ഇൻഷുറൻസ് പ്രീമിയം ക്രമാതീതമായി വർദ്ധിക്കുകയും ജീവിത ചെലവ് വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിലവിൽ പ്രഖ്യാപിക്കപ്പെട്ട ഓട്ടോറിക്ഷയുടെ നിരക്കുണ്ട് 1.5 കിലോമീറ്ററിന് 30 രൂപ. ആ നിരക്ക് തൽക്കാലം തുടരണമെന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. എന്നാൽ നഗരപ്രദേശങ്ങളിൽ 4 കിലോമീറ്ററിൽ കൂടുതൽ ഓട്ടം പോകുന്നവർക്ക് റിട്ടേൺ വരുമ്പോൾ യാത്രക്കാരെ ലഭിക്കാതെ വരികയും കാലിവണ്ടി ഓടി വരികയും ചെയ്യുമ്പോൾ നഷ്ടമുണ്ടാകുന്നു. അപ്പോൾ നഗരപ്രദേശങ്ങളിൽ 4 കിലോമീറ്ററിനപ്പുറത്തും ഗ്രാമീണ മേഖലകളിൽ മറ്റും തിരികെ ഓട്ടം ലഭിക്കാത്തതുമായ മേഖലകളിൽ മീറ്റർ തുകയുടെ 50% കൂടി തൊഴിലാളികൾക്ക് പിരിച്ചെടുക്കാൻ അല്ലെങ്കിൽ വാങ്ങാനുള്ള അനുവാദം നൽകിക്കൊണ്ട് മീറ്റർ നിർബന്ധമാക്കണമെന്ന നിലപാടുള്ളപ്പോൾ തന്നെ ഇവിടെ മീറ്ററിന്റെ മറവിൽ സ്റ്റിക്കർ പതിച്ചുകൊണ്ട് തൊഴിലാളികൾക്കിടയിൽ സംഘർഷമുണ്ടാക്കുന്നത് ഒഴിവാക്കാൻ ബന്ധപ്പെട്ട മന്ത്രി ഇടപെടണം. കഴിഞ്ഞ ജനുവരി മാസം ഞങ്ങൾ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രിക്കും ഈ ഉത്തരവിറക്കിയ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും നിവേദനം നൽകിയിട്ടുണ്ട്. തൊഴിലാളികളുടെ പൊതുവികാരമാണ് ഈ നിവേദനത്തിലൂടെ ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മന്ത്രിയും ബന്ധപ്പെട്ട അധികാരികളും ഈ നിവേദനം സ്വീകരിക്കുമെന്നും ഇതിന്മേൽ തീർപ്പ് കൽപ്പിക്കാൻ തയ്യാറാകുകയും വേണം. ഇല്ലാത്ത പക്ഷം ഞങ്ങൾ വില കൊടുത്തു വാങ്ങി നിയമാനുസരണം ടാക്സ് അടച്ച് ഇൻഷുറൻസ് അടച്ച് ഗവൺമെന്റിന്റെ പെർമിറ്റോടുകൂടി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ നിശ്ചയിച്ചതനുസരിച്ച് കേരളത്തിലെ ലീഗൽ മെട്രോളജി പതിച്ചു നൽകിയ മീറ്റർ ഉപയോഗിച്ച് ഓടുന്ന വാഹനങ്ങൾക്ക് മുകളിൽ സ്റ്റിക്കർ എന്ന നിലയിൽ നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഇത്തരം ഉത്തരവുകളും ഇത്തരം നിലപാടുകളും അംഗീകരിക്കാൻ തയ്യാറല്ല എന്നും തൊഴിലാളികളെ ആകെ സംഘടിപ്പിച്ച് ഇത്തരം RTO അധികാരികളുടെയും വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാരുടെയും നീക്കങ്ങളെ ചെറുക്കുന്നതുൾപ്പെടെയുള്ള സമരങ്ങളിലേക്ക് പോകാൻ ഞങ്ങൾ നിർബന്ധിതരാകും. അത്തരം സംഘർഷങ്ങൾ തൊഴിൽ മേഖലയിൽ ഉണ്ടാക്കുന്ന RTO അധികാരികളുടെ നിലപാടിൽ നിന്ന് ബന്ധപ്പെട്ട അധികാരികൾ പിന്മാറണമെന്ന് ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ CIT അഭ്യർത്ഥിക്കുകയാണ്. ഇത്തരം നിലപാടുകളോട് യോജിപ്പുള്ള സമാന ചിന്താഗതിയുള്ള ട്രേഡ് യൂണിയനുകളെ
കക്ഷി രാഷ്ട്രീയത്തിനതീതമായി അവരെ കൂടി കൂട്ടിയോജിപ്പിച്ച് സംയുക്തമായി ഇത്തരം വേദികളിൽ ഇടപെടൽ നടത്തണമെന്നും ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൊഴിലാളി യൂണിയനുകളെ വിളിക്കണം, അവരുമായി ചർച്ച നടത്തണം, അവർക്ക് പറയാനുള്ളത് കേൾക്കണം. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് അധികാരികൾക്ക് പറയാനുള്ളത് ഞങ്ങളും കേൾക്കാം. കൂടിയാലോചിച്ച് കൂട്ടായി ഈ കാര്യത്തിൽ നമുക്ക് ഒരു തീരുമാനമെടുക്കാൻ ബന്ധപ്പെട്ട എല്ലാ അധികാരികളും തയ്യാറാകണമെന്ന് ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ CITU വേണ്ടി മുഴുവൻ തൊഴിലാളികളോടും അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ നിലപാട് എല്ലാ തൊഴിലാളികളിലേക്കും എത്തിക്കണം എന്ന് സ്നേഹപൂർവ്വം തൊഴിലാളികൾ അഭ്യർത്ഥിക്കുന്നു. അഭിവാദനങ്ങൾ.